ഇന്ന് നമ്മളൊരു പെയിൻറ്റിംഗ് ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ മുന്നേ എങ്ങനെ ഔട്ട്ലൈനിങ് ചെയ്യാം, അതുപോലെ എങ്ങനെ ഫില്ലിംഗ് ചെയ്യാം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡബിൾ ഷെയ്ഡിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അതായത് 2 കളർ വെച്ചിട്ട് പെയിൻറ്റിംഗ് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഔട്ട്ലൈനിങ് ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ ഫില്ലിംഗ് ചെയ്യുന്ന വീഡിയോ ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അതൊന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്നത് കൊണ്ട് യൂസ് ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അപ്പോഴേ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് നിങ്ങൾ എങ്ങനെ ഔട്ട്ലൈനിങ് ചെയ്യാം, അതുപോലെ എങ്ങനെ ഫില്ലിംഗ് ചെയ്യാം എന്നുള്ളത് കറക്റ്റായിട്ട് പോയി ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ആ ഒരു 2 വീഡിയോയും ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതൽ തിയറി ക്ലാസ്സസ് മുതൽ തന്നെ നമ്മൾ ഓരോ എപ്പിസോഡ്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇറ്റ്സ് മീ ഫർഹാന ഷിഹാബ്. വെൽക്കം ടു ലിറിയ ഫാഷൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നമ്മൾ ഡബിൾ ഷെയ്ഡിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പിക്ചർ വരച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു ഫ്ലോറൽ ഡിസൈൻ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫാബ്രിക് പോപ്ലിൻ ക്ലോത്താണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. എംബ്രോയ്ഡറിക്കും പെയിൻറ്റിങ്ങിനും നമ്മൾ ജസ്റ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പോപ്ലിൻ ക്ലോത്താണ് യൂസ് ചെയ്യാറുള്ളത്. ആ ഒരു ക്ലോത്തും എടുത്തിട്ടുണ്ട്, നമ്മുടെ എംബ്രോയ്ഡറി ഹൂപ്പും എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ കാർബൺ പേപ്പർ എടുത്തിട്ടുണ്ട്, പിന്നെ പെയിൻറ്റും പാലറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ ഡബിൾ ഷെയ്ഡിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ഫാബ്രിക്കിലോട്ട് നമ്മൾ വരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ഡിസൈന് കോപ്പി ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാർബൺ പേപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഫില്ലിങ് ചെയ്തതാണ് കേട്ടോ. ഈ ഒരു ഡിസൈനിൽ നമ്മൾ ഫില്ലിങ് ചെയ്തതായിരുന്നു. ഇതിൻ്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ജസ്റ്റ് ഇതൊന്ന് കാർബൺ പേപ്പർ വെച്ച് ട്രേസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ടും ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഹൂപ്പിലോട്ട് വയ്ക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ ഹൂപ്പ് ടൈറ്റൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഈ ഒരു മോട്ടിഫ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. അപ്പം ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് കളറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്ലൈൻ ചെയ്യുന്നതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ ഔട്ട്ലൈനിങ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൽ നമ്മൾ ഔട്ട്ലൈനിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മളതൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ഔട്ട്ലൈനിങ് ചെയ്യാം. ഓക്കെ, നമ്മൾ പെയിൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ ബോട്ടിൽ അടച്ചു വെക്കണം, അല്ലെങ്കിൽ അത് കട്ട പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ പെയിൻറ്റ് വേസ്റ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് അപ്പം തന്നെ അടച്ചു വെക്കണം. അപ്പോൾ ഓക്കെ, നമ്മൾ 000 സൈസിൽ വരുന്ന ബ്രഷാണ് ഔട്ട്ലൈനിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് വാട്ടറിൽ ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഔട്ട്ലൈനിങ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം.
അപ്പം ഔട്ട്ലൈനിങ് ചെയ്യുമ്പം എപ്പോഴും 000 ബ്രഷ് യൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ 000 ബ്രഷാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ തിന്നായിട്ട് തന്നെ നമ്മുടെ ഔട്ട്ലൈനിങ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഔട്ട്ലൈനിങ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഔട്ട്ലൈനിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, കാരണം നമ്മൾ ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇനിയും അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഓക്കെ, നമ്മൾ ഔട്ട്ലൈനിങ് കൂടെ കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഡബിൾ ഷെയ്ഡിങ് ചെയ്യാം. അപ്പോൾ ഞാൻ ഷെയ്ഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്ലൂ കളറും പ്രഷ്യൻ ബ്ലൂവും അതുപോലെ വൈറ്റും ആണ് എടുക്കുന്നത്. അപ്പം ബ്ലൂ ഞാൻ പാലറ്റിലോട്ട് കുറച്ച് മാത്രം എടുക്കുന്നുണ്ട്. ഓക്കെ, വൈറ്റും അതുപോലെ വളരെ കുറച്ച് മാത്രം പാലറ്റിലോട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു ബ്രഷ് എടുക്കാം. ഇവിടെ ഞാൻ 1 സൈസാണ് എടുക്കുന്നത്, കാരണം ഞാൻ ചെയ്തേക്കുന്ന ഫ്ലവർ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാണല്ലോ. അപ്പോൾ അതുകൊണ്ട് 1 സൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലവറിൻ്റെ ഡിസൈനിൻ്റെ ഫ്ലവർ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ മോട്ടിഫിൻ്റെ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് ബ്രഷ് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ 2 സൈസ് എടുത്താലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഞാൻ 1 ആണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ ബ്രഷ് ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ബ്ലൂ കളർ ഞാൻ ബ്രഷിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സൈഡ് ഞാൻ ബ്ലൂ ആയിട്ട് ചെയ്യാണ്. ഓക്കെ, ബ്ലൂ കളറായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വേറെ ഒരു ബ്രഷ് എടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു ബ്രഷിൽ വൈറ്റ് കളർ എടുക്കുകയാണ്. എന്നിട്ട് മറ്റേ സൈഡിൽ വൈറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, വൈറ്റ് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് അങ്ങനെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യുക. ആവശ്യമാണെങ്കിൽ ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് എത്രത്തോളം ബ്ലൂ വേണം എന്നൊക്കെ ഉള്ളത്. അപ്പം അതിനനുസരിച്ച് ചെയ്യുക. നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പെറ്റൽ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പെറ്റലിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് 2 സൈഡിലായിട്ട് ഷെയ്ഡ്സ് വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് സെൻറ്ററിൽ ഷെയ്ഡ് വരുന്ന രീതിയിൽ ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവർ കംപ്ലീറ്റ് നമുക്ക് ഇതുപോലെ സൈഡിൽ ഷെയ്ഡിങ് വരുന്ന രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ ബ്ലൂ കളർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പെറ്റലിൻ്റെ ഹാഫ് കംപ്ലീറ്റ് ആയിട്ടും ബ്ലൂ കളർ വെച്ച് ഫില്ല് ചെയ്യാണ്. എന്നിട്ട് ഈ ഒരു കളർ ഉണങ്ങുന്നതിന് മുന്നേ ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ വൈറ്റ് എടുത്തിട്ട്
മറ്റേ പകുതി നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. വാട്ടർ അധികമാവാൻ പാടില്ല കേട്ടോ. ഓക്കെ, നമ്മൾ സെക്കൻഡ് പെറ്റലും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ ഒരു ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലവറിൽ നമ്മൾ ഒരു സൈഡിലോട്ട് ഡാർക്ക് ബ്ലൂവും ഒരു സൈഡിലോട്ട് ലൈറ്റ് ഷെയ്ഡും വരുന്ന രീതിയിലാണ് ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സെൻറ്ററിൽ ലൈറ്റ് ബ്ലൂവും അതുപോലെ അതിൻ്റെ പുറത്തായിട്ട് ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന ബ്ലൂവും അങ്ങനെ ഒന്ന് ചെയ്തെടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ വൈറ്റ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു പോർഷനിൽ വൈറ്റ് കളറ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ വൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബ്ലൂ കളർ എടുക്കാം. അപ്പോൾ ഓക്കെ, ഈ ഒരു പെറ്റലിൽ നമ്മൾ എൻ്റെ അടുത്ത് നിന്ന് ഇവിടെ കളറായിട്ടോ. അപ്പോൾ ഈ ഒരു പെറ്റലിൽ ഇവിടെ ലൈറ്റ് ഷെയ്ഡും ഇവിടെ ഡാർക്കൺ ചെയ്തിട്ടുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടും അങ്ങനെ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ഈ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് പേഴ്സണലി ഈ ഒരു മെത്തേഡിനേക്കാണ് ഒന്നുകൂടി ഇഷ്ടമായത് ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവറിലും ഈ ഒരു സെയിം ഡിസൈൻ തന്നെ ചെയ്ത് കൊടുക്കാം. അതായത് സൈഡിൽ ഒരു സൈഡിൽ നിന്ന് ലൈറ്റ് ഷെയ്ഡിൽ വന്നിട്ട് മറ്റേ സൈഡിൽ നിന്ന് ഡാർക്കൺ ചെയ്തു പോകുന്ന രീതിയിൽ ചെയ്തെടുക്കാം. അപ്പം ഫസ്റ്റ് ഞാൻ വൈറ്റ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. ബ്ലൂ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ല
വൈറ്റാണ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് ബ്ലൂ കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് മിക്സ് ചെയ്ത് ചെയ്യാം കേട്ടോ. നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ നമുക്ക് എത്രത്തോളം വൈറ്റ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഡാർക്കൺ ചെയ്ത് കൊടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് കളേഴ്സൊക്കെ എടുത്ത് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ബെറ്റിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ബെറ്റിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ലീഫാണ്. അപ്പോൾ ലീഫിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ 2 ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഗ്രീനിൻ്റെ തന്നെ 2 ഷെയ്ഡാണ് കേട്ടോ. ഒന്ന് സാപ്പ് ഗ്രീനാണ്, ഇത് ഡാർക്ക് ഗ്രീനുമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ലീഫ് ചെയ്തെടുക്കാം. ഓക്കെ, ഒരു സൈഡിൽ സാപ്പ് ഗ്രീൻ കൊടുക്കുന്നുണ്ട്. മറ്റേ സൈഡിൽ ഡാർക്ക് ഗ്രീനും ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് രണ്ടും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഡാർക്ക് ഗ്രീനിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ യെല്ലോ കളറൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നല്ലതായിരിക്കും കേട്ടോ. സാപ്പ് ഗ്രീനും യെല്ലോവും ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ ഡാർക്ക് ഗ്രീന് യെല്ലോ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സാപ്പ് ഗ്രീനും അതുപോലെ ഡാർക്ക് ഗ്രീനുമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ഫോൺ ഓഫായി പോയത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ലീഫ് കംപ്ലീറ്റ് ചെയ്തതും അതുപോലെ നമ്മുടെ ഈ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നമ്മൾ കളർ ചെയ്തതൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്നുമില്ല, നമ്മൾ ലീഫ് കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ എല്ലാ ലീഫും കംപ്ലീറ്റ് ചെയ്തെടുത്തു. അതുപോലെ ഈ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഷെയ്ഡിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഈ ഒരു യെല്ലോ, ലെമൺ യെല്ലോയും അതുപോലെ അതിനുള്ളിലായിട്ട് ബേൺ സിയന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡും കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതല്ലാതെ നമ്മൾ ഷെയ്ഡിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിലായിട്ട്, അതായത് പെറ്റൽസിൻ്റെ ഉള്ളിലായിട്ട് ചെറിയ ചെറിയ ലൈൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, നമ്മൾ ഫ്ലവറിൻ്റെ ഉള്ളിലായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ലീവ്സിൻ്റെ സെൻറ്ററിൽ ചെറിയ ലൈൻസ് കൂടെ കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ ലീവ്സും ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഡബിൾ ഷെയ്ഡിങ് എങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലവറിലും നമ്മൾ ഡാർക്ക് ഷെയ്ഡിൽ നിന്ന് ലൈറ്റ് ഷെയ്ഡിലോട്ട് ഇങ്ങനെ വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫ്ലവറിൽ മാത്രം നമ്മൾ സെൻറ്ററിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പം ഡാർക്ക് ഷെയ്ഡായിട്ട് വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്.
നമുക്ക് ഡ്രസ്സസിലൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ് കേട്ടോ ഈ ഒരു ഡബിൾ ഷെയ്ഡിങ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മുടെ ഡബിൾ ഷെയ്ഡിങ് നമ്മളിവിടെ അടിപൊളിയായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തെടുത്തു അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ഔട്ട്ലൈനിങ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് വീഡിയോ ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഔട്ട്ലൈനിങ് ചെയ്യുന്നതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്ലൈനിങ് ചെയ്യുന്ന വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ പോയി കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിലും ഒക്കെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾ ഈ ഒരു ഡബിൾ ഷെയ്ഡിങ് ഡ്രസ്സുകളിലോ ഒക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുർത്തീസിലോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.